വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ആദ്യം കാണുക. എങ്ങനെയാണ് ഇസ്രായേലിയർ ജൂതന്മാര് ക്രിസ്ത്യാനികളെ ആട്ടി ഓട്ടുന്നത് എന്ന് കാണുക. എന്നിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടായിരത്തി 28 മെയ് 2023. ആദ്യത്തെ വീഡിയോ കണ്ട് അത് 28 മെയ് 2023 ജെറൂസലം. ഈ ജെറൂസലമിൽ നിന്ന് ഇസ്രായേലിയരായ സയോണിസ്റ്റുകൾ ഓട്ടാണ്. പെരിപ്പോ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിങ്ങളതല്ല, ഇത് ആരാധന ജൂതന്മാർക്കുള്ളതാണ്, ജൂതന്മാരെ ആരാധിക്കുന്ന സ്ഥലമാണ്, വണ്ടി വിട്ടോളി എന്ന് പറഞ്ഞാണ്ട് ആട്ടാണ്. ഇത് എന്റെ വീഡിയോ കാണുന്ന നല്ലവരായ ക്രിസ്ത്യാനികൾ കാണണം. അതെന്തിനാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ 2023 ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നു. ഇനി ഞങ്ങൾക്ക് ഈസ്റ്റർ ദിനത്തിൽ ലേറ്റസ്റ്റ് വീഡിയോ 2026 ഈ വീഡിയോ കൂടി കാണുക. എന്നിട്ട് ഇതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ആദ്യ വീഡിയോ കാണുക. കുരിശാണത്, കുരിശ്. ഈസ്റ്റർ ഇൻ ജെറൂസലം. ആദ്യത്തെ വീഡിയോ കണ്ട് 2023 മെയ് ജെറൂസലം ഇതേ പ്രശ്നം അവര് ഈസ്റ്റർ ദിനത്തിൽ പോയി ആട്ടി ഓടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വീഡിയോ കാണിച്ചതെന്ന് 2026 അവർ വിചാരിച്ചത് എന്താണ്? അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തായിരുന്നാലും ഇപ്രാവശ്യം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി അയക്കും എന്ന് വിചാരിച്ചാൽ അവർ കുരിശൊക്കെ ആയിട്ട് പോയി. പക്ഷെ അവിടുന്ന് അടിച്ച് ഓട്ടി അവരുടെ കുരിശൊക്കെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവരെ അടിക്കണ രംഗവും കരയണ രംഗമൊക്കെ നിങ്ങൾ കണ്ടു. ഇതാണ് ജൂതന്മാര്. ഇത് എന്റെ വീഡിയോ കാണുന്ന നല്ലവരായ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുക. ഞാനിത് കാണിച്ചു തരാനുള്ള കാരണം, എനിക്കൊരാൾ കമന്റ് ചെയ്തിട്ട് പറഞ്ഞ് അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ സംസാരിച്ചത്. അത് പറയാനുള്ള കാരണം എന്താണ്? ഹുസൈൻ സൽഫിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു. ഹുസൈൻ സൽഫിന്റെ ഇപ്പത്തെ ചിന്താഗതി ഇറാനെ കുറ്റം പറഞ്ഞുകൊണ്ടും അറബികളെ നന്നാക്കിക്കൊണ്ടും നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇസ്രായേലിന്റെ പദ്ധതി ഭൂമി പിടിച്ചടക്കുക എന്നുള്ളതാണ്.
ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ കളിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും. ആ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നതാണ് അമേരിക്കനെ. അമേരിക്കക്കും ആവശ്യമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനും ഇസ്രായേലിനെ ജയിപ്പിക്കാനും. കാരണം വാഗ്ദത്ത ഭൂമി ജയിക്കണമെങ്കിൽ ഇസ്രായേൽ മുന്നേറണം. ഇതാണ് ഇതിന്റെ അടിസ്ഥാന കാര്യമെന്ന് നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കിക്കൊള്ളി. പിന്നെ അത് സാധാരണ എല്ലാവരോടും പറഞ്ഞു. ഇനി എന്റെ വീഡിയോ കാണുന്ന ഈ നല്ലവരായ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം, നിങ്ങളെ ഒരു കാരണവശാലും ഏത് കാലത്തും ജൂതന്മാരെ അംഗീകരിക്കൂല. കാരണം ജൂതന്മാരുടെ വിശ്വാസം തന്നെ വേറെയാണ്. അതുകൊണ്ടാണല്ലോ ജൂതന്മാര് ഈ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റ് നിങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിം വിശ്വസിക്കുന്നത് ജൂതന്മാർ അങ്ങനെ ചെയ്യാൻ വിചാരിച്ച് പദ്ധതി ഇട്ടു, പക്ഷെ അള്ളാഹു തആല അതിൽ ഇടപെട്ടുകയും ഈസാ നബിയെ, പ്രവാചകനായ ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു. അദൃശ്യമായ നിലയിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. തൊടാൻ കഴിഞ്ഞിട്ടില്ല ആർക്ക്? ജൂതന്മാർക്ക് ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? അവർ കൊന്നു, ജൂതന്മാരാണ് കൊന്നിട്ടുള്ളത്. അപ്പൊ ആ ജൂതന്മാർ നിങ്ങളെ ദൈവത്തിനെ കൊന്നു എന്ന്, ക്രൂരമായി കൊന്നു എന്ന് പറയുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് വലിയൊരു അപകടം തന്നെയല്ലേ? അതിന് ഞാൻ തെളിവായിട്ടാണ് ഈ 2 വീഡിയോ കാണിച്ചത്. ഈ 2 വീഡിയോയിലും നിങ്ങൾ എന്ത് ചെയ്യണേ? അവര് ആട്ടി വിടുകയാണ്, ആട്ടി അകറ്റാണ്. ഈ 2026 നടന്ന ആ ഒരു സംഭവം കൂടി ജെറൂസലമിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്, ഈസ്റ്ററിന്റെ അന്ന് അല്ലെ? ഇതിനെന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? ആദ്യം അതിന് മറുപടി പറയാം. ഞാൻ ഹുസൈൻ സലഫിക്ക് കൊടുത്ത മറുപടി എന്താണ്? അത് വേറെയാണ്. കാരണം നിങ്ങൾ ഇറാനെ പറയുന്നത് അല്ല ശരി, ജൂതനാണ് ഇതിന്റെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഞാൻ പല വീഡിയോസും കാണിച്ചു. ഇനിയും ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. ജൂതന്റെ പദ്ധതി എന്താണ്? ഒരു ഉസ്താദ് പറയുന്നുണ്ട്. ആ ഉസ്താദ് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഡോക്യുമെന്ററി പോലെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോ ഉണ്ട്. എന്താണ് ഇസ്രായേലിന്റെ പദ്ധതി, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ കയ്യേറാൻ നിൽക്കുന്നത്, അത് കാണിച്ചു തരുന്നതിന്റെ മുന്നേ ഈ ഉസ്താദിന്റെ വാക്കുകൂടി ഞാൻ കാണിച്ചു തന്നാൽ ഈ വീഡിയോയുടെ അവസാനിക്കും. അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തിരിച്ച് ഞാൻ നിങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം നിങ്ങളുടെ വീഡിയോക്ക്, നിങ്ങളുടെ യൂട്യൂബിന് അത് ഗുണം ചെയ്യും, എൻ്റെ യൂട്യൂബിനും ഗുണം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യുമ്പോഴും നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ യൂട്യൂബിനാണ് അതിന്റെ ഗുണം ചെയ്യുന്നത് എന്ന് മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഗുണം മാത്രമാണ്, ദോഷമല്ല. അത് മറക്കാതിരിക്കുക. നമ്മുടെ സബ്സ്ക്രൈബർ കൂടിക്കൊണ്ടേ ഇരിക്കണം. അത് പരസ്പരം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കൂടുകയുള്ളൂ. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ഉസ്താദിന്റെ പ്രസംഗം കൂടി കേൾക്കുക. അതിനുശേഷം അതിന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇസ്രായേലിന്റെ പദ്ധതി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഹുസൈൻ സലഫിന്റെ ആളുകൾ ഇതൊന്ന് കാണുന്നതും കേൾക്കുന്നതും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പരിസരങ്ങളിലുമായി പരിശുദ്ധ തന്റെ പാർലമെന്റിൽ വലിയൊരു ഭൂപടം എടുത്തു കാണിച്ചു. എന്നിട്ട് ഇതേവരെ ഈ നിമിഷം വരെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്ന് കൊടുത്ത അറബികളുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ ചൂണ്ടിക്കൊണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കാണാവുന്ന രൂപത്തിൽ 4 രാജ്യങ്ങൾ 5 രാജ്യങ്ങളെ പേരെടുത്ത് കാണിച്ച് ചിത്രസഹിതം വരച്ച് കാണിച്ചുകൊണ്ട് ഇത് ഉൾപ്പെടെ വരുന്ന ഒരു മിഡിൽ ഈസ്റ്റിലാണ് നമ്മൾ തയ്യാറെടുക്കുക. അതിനുവേണ്ടിയാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുമ്പോ